നടുന്നത് എങ്ങനെയാണ്, ഡ്രമ്മിൽ ഇങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് വളമൊക്കെ ചെയ്ത് എങ്ങനെ നടാമെന്നുള്ളത് ഇന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ കൂടെ വരൂ. ഈ ഡ്രമ്മിലാണ് ഞാനത് സപ്പോട്ട തൈ സെറ്റ് ചെയ്യുന്നത്. ഈ തൈയിൽ ഇതിപ്പോൾ പുതിയ തളിരുകളൊക്കെ വന്ന് നല്ല ഒരുപാട് മുട്ടൊക്കെ വരുന്നുണ്ട്. ഈ തളിര് വരുമ്പോൾ തന്നെ അതിൻ്റെ മുട്ട വരും. അപ്പം ഞാനിത് എങ്ങനെ ഇതിൽ നടുന്നതെന്ന് കാണിച്ചു തരാം. ഇങ്ങനത്തെ ഡ്രമ്മൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇങ്ങനെ ഇതിൻ്റെ അടിവശത്ത് ഹോൾ ഇടരുത്. ഇപ്പം ഞാൻ ഇതിൻ്റെ ഈ സൈഡിലായിട്ടാണ് ഹോൾ ഇട്ടത്. ഈ സൈഡിൽ ഇതിൻ്റെ 4 സൈഡിലും ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് അടിഭാഗത്തായിട്ട് പറ്റ അടിഭാഗത്തായാലും വേരൊക്കെ അടിയൊക്കെ ഇറങ്ങിപ്പോകും. പിന്നെ സൈഡിലാവുമ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ അടിഭാഗത്തെ ഹോളുണ്ടല്ലോ, ഹോള് വരെ ഇങ്ങനത്തെ ഓട്ടും പുട്ടുകളൊക്കെ ഉണ്ടാവും. ഓടിൻ്റെ പുട്ട് വേസ്റ്റായി കിടക്കണതൊക്കെ ഇത് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ ഈ ഹോള് ഇത്ര വരെയാണ് ഇതിൻ്റെ ഹോളുള്ളത്. അപ്പോൾ അതുവരെ ഈ കല്ല് ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല. ഇനി ഓടിൻ്റെ കഷ്ണങ്ങൾ ഇല്ലെങ്കിൽ ഈ മെറ്റലായാലും മതി, അല്ലെങ്കിൽ എന്തെങ്കിലും വെട്ടെല്ലിൻ്റെ പൊടി കട്ടകൾ ഉണ്ടാവില്ല ചെറുത്, എന്തെങ്കിലുമൊക്കെ അടിയിലിട്ടിട്ട് നിരത്തി പോകും. ഇപ്പോൾ ഈ കല്ലിട്ടല്ലോ ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ടു, അതിൻ്റെ മേലെ ഇങ്ങനത്തെ പച്ച പുല്ലോ അല്ലെങ്കിൽ ഉണക്ക കരിയിലകളൊക്കെ ഉണ്ടാവും, അതോ ഏറ്റവും നല്ലത് ഇതാണ്. ഇതൊക്കെ ഇട്ടിട്ട് നടക്കുന്ന വെയിറ്റ് കുറയും ചെയ്യും. നമ്മൾ ഇട്ടുകൊടുക്കണ വളമ്മ വല്ലാണ്ട് അങ്ങനെ അടിക്ക് ഒലിച്ച് പോകില്ല. ആദ്യം ഏറ്റവും അടിയിൽ ഓടും കഷ്ണങ്ങൾ ഇട്ടു, അതിൻ്റെ മേലെ പച്ചപ്പുല്ലൊക്കെ പറിച്ചത് ഇട്ടു. ഇനി ഇടേണ്ടത് സാധാരണ മണ്ണ്, വളം ചേർക്കാത്ത മണ്ണാണ്. അത് കുറച്ച് നിരത്തി കൊടുക്കുക. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കണം. ഇത് നിരത്തി കൊടുക്കുക. ഇതിപ്പോൾ സാധാരണ വളമൊന്നും ചേർക്കാത്ത മണ്ണാണ്. അത് കഴിഞ്ഞിട്ട് വളം ചേർത്ത മണ്ണ് ഉണ്ടാവും. ഇത് ഫുള്ള് ഞാൻ വളം ചേർത്ത മണ്ണാണ്. വളവും ചകിരിച്ചോറും, വളം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചകിരിച്ചോറ്, പിന്നെ കോഴിവളം, സൂപ്പർ മീല് എന്നൊക്കെ പറഞ്ഞ കുറച്ച് വളങ്ങളുണ്ട്. സൂപ്പർ മീല് പറഞ്ഞാൽ എല്ലാ വളവും കൂടി ചേർന്ന പാക്കറ്റായിട്ട് നമുക്ക് വളക്കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അത് വാങ്ങിയ എന്താ ഉപകാരം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സെപ്പറേറ്റ് എല്ലും പൊടി, വേപ്പും പിണ്ണാക്ക്, പിന്നെ അങ്ങനെ സെപ്പറേറ്റ് ആണ് നമ്മൾ വാങ്ങുക. അപ്പോൾ എന്തെങ്കിലും നമുക്ക് നടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. സൂപ്പർ മീൽ വാങ്ങിയാൽ എല്ലാം അതിലുണ്ടാവും. അതിൽ ഭൂമി പവർ, ഒരുപാട് വളങ്ങൾ മിക്സ് ആക്കിയിട്ടാണ് ഈ സൂപ്പർ മീൽ വരുന്നത്. അത് വാങ്ങിയായിരിക്കും നമുക്ക് ഉപകാരപ്പെടുക. നമുക്ക് കുറേ പണി ലാഭം കിട്ടും. അപ്പോൾ ഇനി ഞാനിത് മണ്ണ് നോക്കാം. ഇതിൻ്റെ ഒരു ഏകദേശം ഈ ഒരു അളവ് വരെ മണ്ണ് നിറച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് തൈ വെച്ചിട്ട് അതിൻ്റെ ചുറ്റുപാടും കൂടി മണ്ണ് നിറച്ചിട്ട്, അപ്പോൾ തൈയിൻ്റെ കവർ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വേര് പൊട്ടാതെ നോക്കണം. ഇതിങ്ങനെ ഊരിയെടുക്കാൻ കിട്ടും. ഈ വക്കിലുള്ള മണ്ണൊക്കെ ഒന്ന് ജസ്റ്റ് തട്ടിക്കൊടുക്കണം. അപ്പോഴും വേര് പൊട്ടാതെ നോക്കണം. എന്നിട്ട് ഇങ്ങനെ ഇറക്കിയെടുക്കുക. ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതുണ്ടാവും. ഇതിപ്പോൾ ലെവലിക്ക് നിർത്തണം. അപ്പോൾ ചെരിഞ്ഞത് നിൽക്കുന്നത്, ഞാനത് ലെവലിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെരിച്ച് നിർത്തുന്നുണ്ട്. ഇങ്ങനെ ചെരിച്ച് നിർത്തിയിട്ട് നമ്മൾ മണ്ണിട്ട് കൊടുക്കണം. ബാക്കിയുള്ള മണ്ണും കൂടി ഇട്ട് കൊടുക്കണം.
ഇതിപ്പോൾ ബഡ് ചെയ്ത തൈയാണ്. അപ്പോൾ ഈ ബഡിൻ്റെ അടിഭാഗം വരെ മണ്ണ് വരാൻ പാടുള്ളൂ. കുറച്ചും കൂടി മണ്ണ് ചേർക്കണം. ഈ ബഡിൻ്റെ മുകൾ ഭാഗത്തേക്ക് മണ്ണ് പോകരുത്. അപ്പോൾ പിന്നെ തൈ വലിയ മരമായി മാറത് നമ്മൾ വിചാരിച്ച കായ ആവില്ല ഉണ്ടാവുക. പിന്നെ അതേമാതിരി ഇതിൻ്റെ അടിയിൽ നിന്ന് വരുന്ന തൈകൾ ഇതിങ്ങനെ ഈ ബഡ് ഇതിൻ്റെ അടിയിൽ നിന്ന് തളിര് വരും. ആ തളിരൊക്കെ നമ്മൾ പൊട്ടിച്ചു കൊടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഡ്രമ്മിൽ നമ്മൾ തൈകൾ സെറ്റ് ചെയ്യുക. ഇപ്പോൾ വീട്ടിൽ മുറ്റത്തൊന്നും സ്ഥലമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ വെച്ച് നട്ടാൽ മതി. ഇങ്ങനെ ടെറസിൻ്റെ മുകളിലൊക്കെ കൊണ്ടുപോയി വെച്ചാൽ നന്നായിട്ട് കായ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തെങ്കിലുമൊക്കെ വളം ചെയ്യുന്നതോ ഡ്രമ്മിൽ നടുന്ന വേറെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക്സ്.